ഞാൻ കുറേ നാളുകളായിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും തീരെ ചെയ്യാറില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ സമയം തീരെ കിട്ടാറില്ല. നല്ല വർക്ക് ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാനും ഇതിനൊന്നും വേറെ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണേ നമുക്കത് സെപ്പറേറ്റ് ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ഇപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കുറേ പേര് ചോദിച്ചു തുടങ്ങി, എന്താ വെച്ചാൽ വീഡിയോ ഒന്നും ഇടണില്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയ കാരണം ഇന്നിപ്പോൾ ഒരു 360 ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് നാൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയക്കുറവ് കാരണം വൈകിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇതിലൊന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ടൈപ്പ് 1 മോഡൽ, അതായത് ഏറ്റവും പഴയ മോഡൽ ഇന്നോവയാണ് നമ്മുടെ വണ്ടി വരുന്നത്. ആ വണ്ടി നമുക്ക് 360 ഡിഗ്രി ക്യാമറ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ maxxlinkൻ്റെ സ്റ്റീരിയോ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4GB 64GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന കോഡ് കോർ പ്രോസസ്സർ വരുന്ന സ്റ്റീരിയോ ആണത്. ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും കുറച്ച് ഫാസ്റ്റായിട്ട് വരുന്ന സ്റ്റീരിയോ ഈ maxxlinkൻ്റെയാണ്. പിന്നെയും വേറെ കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഒരുവിധം കുറേ കാലങ്ങളായിട്ട് വരുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ maxxlink ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് maxxlinkൻ്റെയാണ്. പിന്നെ വേറെ കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ ക്ലിങ് ടൈപ്പ് മിററായിരുന്നു, അതിന് കവറായിരുന്നു, ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന കവറാണ്. അതുമ്പോൾ 360 ചെയ്യാൻ കുറച്ച് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ നോർമൽ കമ്പനി വരുന്ന മിററാണെന്ന് വെച്ചാൽ സുഖമായിട്ട് നമുക്കത് അതിൽ 360യുടെ ക്യാമറ ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഹോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ക്യാമറ കറക്റ്റ് പൊസിഷൻ ചെയ്യാനായിട്ട് കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മളത് ആ സെയിം മിററിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, ടോട്ടൽ 4 ക്യാമറ ഉണ്ടാവും. അതിൽ 3D ബാഡ് വ്യൂ അടക്കമുള്ള ഒരു സെറ്റപ്പാണ്. അത് ഇൻബിൽഡ് വരുന്ന ക്യാമറയാണ്, അല്ലാതെ സെപ്പറേറ്റ് യൂണിറ്റ് അല്ല. വിത്ത് 360 ആയിട്ട് വരുന്ന യൂണിറ്റാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ടൈപ്പ് 4ൻ്റെ പോലെ ആയിരിക്കും. ഇതിപ്പോൾ ടൈപ്പ് 1 ആണെങ്കിലും നമ്മളത് സ്റ്റീരിയോ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഏറെക്കുറെ ഒരു ടൈപ്പ് 4ൻ്റെ ഒരു ലുക്ക് കിട്ടും. അതിൻ്റെ ഡാഷിൻ്റെ ഒരു ഫിനിഷിങ് മാറും മൊത്തത്തിൽ. ഇതിൽ 9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. $50 4 ചാനലാണ് ഇതിന് ഔട്ട് വരുന്നത്. ഒരുവിധം നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളതാണ്. ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യും. പക്ക ഓഡിയോ ആണ്. പിന്നെ ഇൻബിൽഡ് DSP ഉള്ള മോഡലാണ് ഈ സ്റ്റീരിയോയിൽ. അത് കാരണം തന്നെ സൗണ്ട് ഔട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നോർമൽ സ്റ്റീരിയോകളെക്കാളും ഇത്തിരി മണി ഔട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജയലക്ഷ്മിയുടെ അടുത്താണ്. ഇപ്പോൾ കുറേ പേര് നമ്മളെ വിളിക്കാറുണ്ട്, കോൺടാക്ട് ചെയ്ത് വരാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം. എന്തെങ്കിലും വല്ല എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത്, അതായത് എൻ്റെ അതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കതിൻ്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കാലിബ്രേഷൻ ചെയ്യണം കറക്റ്റായിട്ട്. ചിലവർ ഇത് കാലിബ്രേഷൻ കറക്റ്റ് ചെയ്യാറില്ല. കാലിബ്രേഷൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വ്യൂ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. വെറുതെ ഇങ്ങനെ ക്യാമറ ജസ്റ്റ് കാണാമെന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ ആയിട്ട് കാണില്ല. ഇപ്പോൾ ഇത് കാലിബ്രേഷൻ ചെയ്യണതിന് മുന്നുള്ള വീഡിയോ ആണ് അതിൽ കാണിച്ചത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് വ്യൂ, ബാഡ് വ്യൂ കിട്ടണമെങ്കിൽ കാലിബ്രേഷൻ ചെയ്യണം കറക്റ്റായിട്ട്. എന്ന് പറഞ്ഞാൽ അതായത് 4 ക്യാമറയും കറക്റ്റായിട്ടുള്ള വ്യൂവിൽ അത് സെറ്റ് ചെയ്യണം. നമ്മളതിൻ്റെ ഒരു ഷീറ്റ് വരുന്നുണ്ട്. ആ ഷീറ്റ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം, മാനുവലായിട്ട് കാലിബ്രേറ്റ് ചെയ്യണം. മാനുവലായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 100 പ്രാവശ്യം കാലിബ്രേറ്റ് ചെയ്താൽ മതി. 100 പ്രാവശ്യം കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാലിബ്രേഷൻ മാറില്ല. പിന്നെ വല്ല ക്യാമറയുടെ ആംഗിളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരണം. ഓൾറെഡി ഫിക്സഡ് ആയ കാരണം പിന്നെ അതിൽ വലിയ വ്യത്യാസം വരില്ല. എന്തെങ്കിലും വല്ല തട്ടോ മുട്ടൊക്കെ വേണ്ടി വരും, എന്നാൽ മാത്രമേ അതിൻ്റെ കാലിബ്രേഷൻ പോവുള്ളൂ.
അങ്ങനെ പോയി കഴിഞ്ഞാൽ കാലിബ്രേഷൻ രണ്ടാമത് ചെയ്യേണ്ടി വരും. എന്നാൽ കാലിബ്രേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെയും വ്യൂ അതിൻ്റെ നഷ്ടപ്പെടും, കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടില്ല. പിന്നെ നമുക്കിത് ഈ 360 ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഏറെക്കുറെ ഒരു ദിവസം, അതായത് കാലത്ത് വണ്ടി തന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 5 മണി 6 മണി വരെയുള്ള അത്രയും സമയം പണി ഉണ്ടാവും നമുക്കൊരു വണ്ടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ കാലിബ്രേഷൻ്റെ സമയമൊക്കെ എടുക്കും. കാലിബ്രേഷന് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. ഈ 360 ഡിഗ്രി ക്യാമറ തന്നെ 2-3 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. അതായത് കുറഞ്ഞ ടൈപ്പിൽ ഇൻബിൽഡ് ഇതല്ലാതെ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടും വരുന്നുണ്ട്. നോർമൽ ഏത് ആൻഡ്രോയിഡിലും ആണെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 4GB 64 അല്ലാതെ നമുക്ക് 2GB 64, 2GB 3264 നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും, ഈ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നോർമൽ 360 അല്ലാതെ 2 ക്യാമറ, അതായത് ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ആയിട്ടുള്ള ക്യാമറകളും അവൈലബിൾ ആണ്. നോർമൽ ഇപ്പോൾ 2GB 64 തന്നെ അല്ലെങ്കിൽ 2GB 32 തന്നെ റെക്കോർഡിംഗ് ആയിട്ടുള്ള ക്യാമറകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ DVR ഫ്രണ്ട് മാത്രമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്ന വീഡിയോ ആണ്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കറുത്ത ഈ സംഭവം വെച്ചിട്ടാണ്, അതിനൊരു അളവുണ്ട്. ആ അളവിൽ ഉള്ള 4 ആ ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്യാത്. ഈ കാലിബ്രേഷൻ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാഡ് വ്യൂ കറക്റ്റായിരിക്കും. നമുക്ക് കറക്റ്റ് ടോപ്പിൽ വണ്ടിയുടെ ടോപ്പിൽ നിന്ന് ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും വ്യൂ, അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഈ 4 ക്യാമറകളും നമ്മൾ അതിലേക്ക് കറക്റ്റ് ചെയ്യണം, പൊസിഷൻ കറക്റ്റ് ചെയ്യണം. അതിനാണ് മെയിനായിട്ടുള്ള സമയം എടുക്കുക ഈ വർക്കിൽ. അത് ബാക്കി ക്യാമറ വയ്ക്കണതൊക്കെ പിന്നെയും പെട്ടെന്ന് കഴിയും. നേരെ മറിച്ച് കാലിബ്രേഷൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ടോട്ടലായിട്ട്. അതിൽ ആ പോയിൻറ്റുകൾ ഓരോന്നും നമ്മൾ കാലിബ്രേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് വരുള്ളൂ. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ളത് എന്നിട്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല വാറണ്ടീനെ ബാധിക്കുമോ, അങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വാറണ്ടീനെ ബാധിക്കാനായിട്ട് ഇതൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് വരുന്നതാണ്. ഓൾറെഡി ഇപ്പോൾ ഒരു വയർ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ഓപ്ഷൻ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ലൈൻ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ മിറർ ഫോൾഡിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈനും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഈ ലൈനും വലിക്കുക. ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ ഹോൾ ഇട്ടിട്ട് ചെയ്യണമെന്നല്ല. പിന്നെ ആ കൂടി ആ ക്യാമറ വയ്ക്കാനായിട്ടൊരു ഹോളാണ് ഇടുക. അതിനെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ പറയണ കേട്ടിട്ടില്ല. അതായത് വാറണ്ടീനെ അങ്ങനെ ബാധിക്കുന്ന കേസുകളൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും പേടിക്കേണ്ടതൊന്നുമില്ല. പിന്നെ ചിലവരിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ചിലവരിത് ഡൽഹിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ അറിയുമെന്ന് ചോദിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ വല്ലയിടത്തും സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫിറ്റിങ്ങും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലവരിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാലിബ്രേഷൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലിബ്രേഷൻ ചെയ്യാനും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വല്ല ഇഷ്യൂസ് ഇതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് വിളിക്കേണ്ടോ എന്തെങ്കിലും ആവശ്യം വരികയാണെന്ന് വെച്ചാൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് വിളിച്ചിട്ട് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്നൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ അത് എന്തെങ്കിലും വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. ലൊക്കേഷനും ഞാൻ അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ വരും. ഓട്ടോഗിയർ എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ മതി. ഓട്ടോഗിയർ പൂത്തോൾ എന്ന് പറഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഓൾറെഡി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും, മുന്നേ വല്ലവരും വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി അവരുടെ വണ്ടിയിലുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ 360 ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ഡിവൈസ് വേറെ വരുന്നുണ്ട്. അതായത് ഓൾറെഡി മറ്റേ ആൻഡ്രോയിഡ് ഉള്ള വണ്ടിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന 360 ഡിഗ്രി ക്യാമറയും വേറെ വരുന്നുണ്ട്. നമുക്ക് ഏത് ആൻഡ്രോയിഡിൽ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ
ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ 360 ഒന്നും വേണ്ട, ജസ്റ്റ് റെക്കോർഡിങ് മാത്രം മതി എന്ന് വെച്ചാൽ അതിനുമുള്ള ഡിവൈസ് വേറെ വരുന്നുണ്ട്. അതായത് ജസ്റ്റ് DVR മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ചെറിയ ഡിവൈസ് വരുന്നുണ്ട്. നിസ്സാര തുച്ഛമായിട്ടുള്ള പൈസ വരുന്നുള്ളൂ. നിസ്സാര പൈസയ്ക്ക് നമുക്ക് അതിനുള്ള ഡിവൈസുകൾ അവൈലബിൾ ആണ്, ചെറിയ ഡിവൈസുകൾ. അതായത് നമുക്ക് DVR പോലെ ഫ്രണ്ട് റെക്കോർഡിങ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ഈ ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ആൻഡ്രോയിഡ് നമ്മുടെ വണ്ടിയിലുണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന USB കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട്. കറക്റ്റായിട്ടുള്ള ബാഡ് വ്യൂ ഇത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ടോപ്പിൽ നിന്ന് ഒരു ക്യാമറ വെച്ച് എങ്ങനെ ഇരിക്കുക അതേപോലെയാണ് ഇപ്പോൾ ഇത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഉള്ള ആ സൈഡ് മാത്രം ക്യാമറ വർക്ക് ചെയ്യും. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റിലത്തെ ആ സൈഡിലത്തെ ക്യാമറ മാത്രം വർക്ക് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിലത്തെ വ്യൂ കാണണമെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ വ്യൂ കാണാം. ഫ്രണ്ടിലത്തെ വ്യൂ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വൈഡായിട്ട് കാണണമെന്ന് വെച്ചാൽ വൈഡായിട്ട് കാണാം. നോർമലായിട്ട് ഇപ്പോൾ ഉള്ള വ്യൂ ആണെന്ന് വെച്ചാൽ അങ്ങനെ കാണാം. 3 ടൈപ്പിൽ നമുക്ക് അതിൻ്റെ വ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെയും സൈഡിലത്തെയും ഏത് സൈഡിലത്തെ വേണമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കാണണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെറിയ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. എന്നാൽ നമ്മൾ തന്നെയാണ് ഇതിൽ പണിയെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സമയമില്ലാത്ത കാരണമാണ് ഈ വീഡിയോസൊന്നും ഇടാത്തത്. ഇപ്പോൾ കുറേ പേര് പറഞ്ഞ കാരണമാണ് ഇത് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ. നമുക്ക് പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് വലിയ പിടിയൊന്നുമില്ല. പറയുന്ന പോലെ ഒന്ന് തട്ടിക്കൂട്ടിയ സാധനമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, ഇപ്പോൾ സൗണ്ട് കറക്റ്റല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പരമാവധി ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചെയ്യണതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തായാലും അതങ്ങോട്ട് ക്ഷമിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി കോയമ്പത്തൂർ ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആണെന്ന് എടുത്തോ കുഴപ്പമില്ല. പക്ഷേ ഈ ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവുണ്ടാവും. പക്ഷെ പറഞ്ഞാൽ സർവീസ് ഭയങ്കര സീനാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും. ബ്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീലറിൽ നിന്നാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ വാറണ്ടീനെ യാതൊരു ഇഷ്യൂവും വരില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, വെറുതെ കാശ് കളയരുതാരും.